ഒരു ബഹളം? സോന, എന്താ നിന്റെ കൈ? എന്തിനാ നീ ഇങ്ങനെ വിളിച്ചു പോകുന്നേ? പപ്പ, വർഷയുടെ കട്ടിലിന്റെ ചുവട്ടിൽ ദാ ഒരു മിക്കി മൗസ് ഇരിക്കുന്നു. ഒരു എലിയെ കണ്ടതിനാണോടി നീ ഈ കാറി കോരിയത്? അല്ല പപ്പ, എലിയല്ല, അണ്ടർവെയർ. മിക്കി മൗസിന്റെ അണ്ടർവെയർ. അണ്ടർവെയറോ? ഇത് ബോയ്സിന്റെ ആണല്ലോ. വർഷേ, മര്യാദക്ക് പറ, ഇതെങ്ങനെ ഇവിടെ വന്നു? ഇതാരുടെയാ? പപ്പ, എനിക്ക് അറിഞ്ഞൂടാ. മോളെ സത്യം പറ, മമ്മി ഒന്നും പറയില്ല. എനിക്ക് അറിയില്ല മമ്മി. ആഹാ, എനിക്കിപ്പോ അറിയണം. ഏതാനാടാ എന്റെ മോളുടെ മുറിയിൽ കയറി? ആരുടെയാണ് ഈ മിക്കി മൗസിന്റെ അണ്ടർവെയർ? മിക്കി മൗസിന്റെ അണ്ടർവെയറോ? ഇത് ഇവന്റെ ആണല്ലോ. ആ, എന്റെ ആണല്ലോ. അയ്യോ, ഞാനല്ല. അവളുടെ റൂമിൽ നിന്റെ അണ്ടർവെയർ എങ്ങനെ വന്നടാ? വല്ല പട്ടിയും കൊണ്ടിട്ടാവും. അതിനിവിടെ പട്ടിയൊന്നും ഇല്ലല്ലോ. കറങ്ങി നടന്ന ഒരെണ്ണത്തിനെ ഞാൻ തല്ലിക്കുന്നു 2 ദിവസം മുന്നേ. എന്നാ കാറ്റായിരിക്കും. നിന്റെ കാറ്റ് ഞാനിപ്പോ എടുക്കോടാ. അപ്പൊ ഞാൻ പറയുന്നത് ഒന്ന് വിശ്വസിക്ക്. എടീ, സത്യം പറയടി. ഇതിന് സമാധാനം ഉണ്ടാക്കാതെ ഒരെണ്ണത്തിനെ ഇവിടെ ഞാൻ വിടൂല. നോക്കിക്കോ. എന്താ ഇവിടെ ഒരു ബഹളം? ഈശോയെ, റേഷൻ കടയിൽ പോയപ്പോൾ നേരത്തെ തിരിച്ചെത്തിയോ? അതൊന്നുമില്ല, നീ പോയി കഞ്ഞിക്ക് അരിയിട്ടെ. പോവാൻ വരട്ടെ. നിങ്ങളുടെ മോന്റെ അല്ലേ ഈ അണ്ടർവെയർ? ആ, അതെ. അതെന്തിനാ നിങ്ങൾ പിടിച്ചോണ്ട് നിൽക്കുന്നേ? അല്ലേ, നിങ്ങൾക്ക് അത്ര പോതിയാണെ കാശ് കൊടുത്തൊരെണ്ണം വാങ്ങിയിടരുതോ? പെണ്ണുമ്പുള്ളേ, നിങ്ങൾ എന്റെ കെട്ടിയവരെ ഷഡ് പിടിപ്പിക്കാൻ നടക്കണ്ട. ഇതിന് സമാധാനം പറ. ഇനി നമ്മുടെ മോന്റെ ആ അണ്ടർവെയർ അവരുടെ മകളുടെ റൂമിൽ നിന്നാ കിട്ടിയേ. അതാ അവർ പൊക്കി പിടിച്ചോണ്ട് നിൽക്കുന്നേ. വർഷേച്ചിയുടെ കട്ടലിന്റെ അടിയിൽ നിന്നാ കിട്ടിയത് അമ്മച്ചി. നേരാണോടാ? അമ്മച്ചി, എനിക്കൊന്നും അറിയില്ല. നിന്റെ അപ്പൂപ്പന്റെ ഓർമ്മയ്ക്കായിട്ടാടാ നിന്നെ കൊണ്ട് ഞാൻ മിക്കി മൗസിന്റെ അണ്ടർവെയർ ഇടിയിപ്പിച്ചേ. അതിന് നീ നാണക്കേട് വരുത്തിയില്ലടാ. നിന്റെ അപ്പൂപ്പൻ ഈ കളസം വിട്ടിട്ട് ഇങ്ങനത്തെ ഒരു പണിക്കും പോയിട്ടില്ല. പപ്പ, ഞാനൊന്നും ചെയ്തിട്ടില്ല. നീ കിടന്ന് കുഴയാതെടി. സത്യം പറയടി. ഇത് എന്റെ ജീവിത പ്രശ്നമാടി. എടാ അലവലാടി, എല്ലാം ചെയ്തിട്ട് എന്നോട് ചോദിക്കുന്നു നീ എന്തിനാ എന്റെ റൂമിൽ വന്നേ? പറയടാ, നീ സത്യം പറഞ്ഞോ? അപ്പ, ഇന്നലെ ആക്ച്വലി കെവിനും വർഷ ചേച്ചിയും വല്ലാതെ കുടിച്ച് ബോധമില്ലാതെ വന്നേ. അതാ അവർക്കൊന്നും ഓർമ്മയില്ലാത്തത്. ഓഹോ, അവിടെ വരെ ആയല്ലേ കാര്യങ്ങൾ. എടി അന്നമ്മേ, നിന്റെ മോനെ നീ ഇങ്ങനെയാണോ വളർത്തിയത്? എന്റെ മോളുടെ മുറിയിൽ വന്ന് മിക്കി മൗസ് ഊരിയിട്ടിട്ട് പോവാൻ അവൻ എങ്ങനെ ധൈര്യം വന്നു? എടി ആലീസേ, എന്റെ മോനെ മാത്രം പറയണ്ട. അവൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ മോൾ അവനെ വിളിച്ചിട്ടുണ്ടാവും. അവൾ വിളിക്കാതെ എന്റെ മോനെ ആ വഴിക്ക് വരത്തില്ല. പെൺപിള്ളേരുടെ മുഖത്ത് പോലും നോക്കാത്ത ചെറുക്കനാ ഇന്നലെ ഈ മൂദേവി. പെണ്ണുമ്പോളെ നിങ്ങളാ മൂദേവി. കണ്ടില്ലേ അവളുടെ നാവ്? കുടിച്ചാ വയറ്റി കിടക്കണോടി. മമ്മി, കുടിക്കുക മാത്രമല്ല, ഇന്നലെ ഈ കെവിൻ ചേട്ടൻ ഇവൾ ക്യൂട്ട് ബോയ് എന്നാ വിളിച്ചേ. കേട്ടല്ലോ മകളുടെ കയ്യിലിരിപ്പ്. ആഹാ, ക്യൂട്ട് ബോയ് എന്ന് വിളിച്ച ഉടനെ അണ്ടർവെയർ ഊരിയിടണം എന്നുണ്ടോടി? എന്റെ മോൾക്ക് ബോധമില്ലായിരുന്നു. പക്ഷെ നിന്റെ മോൻ അവസരം മുതലെടുത്ത് അവളുടെ മുറിയിൽ കയറിയതല്ലേടി. മര്യാദക്ക് പറഞ്ഞു കൊടുക്കാത്തതിന്റെയാ. ഇവനെ ഞാനിന്ന് പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. പോലീസോ? നീ പോടി. എന്റെ മോന്റെ ലക്കി മിക്കി മൗസ് നിന്റെ മോളുടെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കിട്ടിയെങ്കിൽ നിന്റെ മോളും അതിന് തുല്യ പങ്കാളിയാണ്. നീ നിന്റെ മോളെ ആദ്യം അടക്കി വളർത്താൻ നോക്ക്. എന്റെ മോൾക്കും പങ്കോ? എടി, അവളെ ചതിച്ചവനാ നിന്റെ മോൻ. പാവം, ഓർമ്മയില്ലെങ്കിലും അവൾ കരഞ്ഞ് നിലവിളിച്ചു കാണും. ഓ, വലിയ സാവിത്രിയാണല്ലോ നിന്റെ മോൾ. മിക്കി മൗസിനെ കണ്ട് പേടിക്കാൻ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ അവൾ. എന്റെ മോൻ പാവമാ. അവനെ നിന്റെ മോൾ വശീകരിച്ചതാകാനേ വഴിയുള്ളൂ. എടി രമണി, എന്താണ് അവിടെ ഒരു ബഹളം? അതേ വന്നേടി നോക്കാം. അപ്പൊ പ്ലീസ്, എല്ലാവരും കേൾക്കുന്നുണ്ട്. ഈ വഴക്ക് നാട്ടുകാർ കേട്ടാൽ ഇത് ആഘോഷമാക്കും. അങ്കിളെ, ഞാൻ സത്യമായിട്ടും അവിടെ വന്നോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒന്ന് പോടാ ചേർക്കാം. സക്കറിയ, നീ നിന്റെ മോനെ ന്യായീകരിക്കണ്ട. ഈ ചുവപ്പും മിക്കി മൗസും കൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പോലീസിൽ പോകും. നിന്റെ മോനെ ഞാൻ അകത്താക്കും. പോടാ, എവിടെ വേണേലും പോ. നിന്റെ മോൾക്ക് ബോധമില്ലാത്തത് എന്റെ മകന്റെ കുറ്റമാണോ? എന്തെങ്കിലും നടന്നാൽ നിന്റെ മോളുടെ തലയിലും അത് ബാധിക്കും. നീ ഓർത്തോ? ഇടേ രമണി, നോക്കി, ഫിലിപ്പോസിന്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ? അതെന്താ ബോയ്സിന്റെ സാധനമല്ലേ? ഇങ്ങനെ ഇതിട്ടാണോ നടക്കുന്നേ? ഫിലിപ്പോസേ, ഇതിപ്പോ എന്താ രാവിലെ തന്നെ ഒരു മിക്കി മൗസ് പ്രദർശനം? ഇതാരുടെയാ? അത് രമണി, ഒന്നുമില്ല. ഇതൊരു ടവലാ. അതെ, മിക്കി മൗസിന്റെ ടവൽ. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ലോ. എടി ജാനുവേ, ഇത് കളസമാടി. അയ്യോ, ശരിയാണല്ലോ, ഇത് ഫിലിപ്പോസിന്റെ ആണല്ലോ. നിങ്ങള് വയസ്സനാണേലും ചേച്ചി.
ഇത് പെണ്ണുമ്പോൾ ഇത് എന്റെ അല്ല, ഇത് ഈ നിൽക്കുന്ന സക്കറിയുടെ മോൻ കെവിന്റെയാ. ആഹാ, എന്നാ നിങ്ങൾ ഒന്നുകൂടെ കേട്ടോ. ഈ അണ്ടർവെയർ എന്റെ മോൻ ഇവന്റെ മോളുടെ മുറിയിൽ കൊണ്ടുപോയി ഇട്ടതാണെന്ന് പറഞ്ഞ ഇവൻ ഇവിടെ കിടന്ന് തുള്ളുന്നേ. അപ്പൊ നാറ്റിക്കാതെ നീ മാറടാ. അങ്ങനെ ഞാൻ മാത്രം നാറിയാ മതിയോ? നാറുമ്പോ എല്ലാം കൂടി ഒരുമിച്ച് നാറട്ടെ. എന്റെ ഭഗവാനെ, ഇടയ്ക്ക് ഇവനെ നീ ഇത്രയ്ക്ക് വളർന്നോടാ. നീ മിക്കി മൗസൊക്കെ ഇട്ടാണോ വർഷയുടെ റൂമിൽ പോകുന്നേ? ഇതൊരു ഒന്നൊന്നര വാർത്തയാണല്ലോ. എടി ജാനു, കഴിഞ്ഞ ആഴ്ചത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് കിഴക്കിയതിലെ വേലപ്പന്റെ ഭാര്യയുടെ അവിഹിതമായിരുന്നില്ലേ? അടുത്ത മീറ്റിംഗിൽ നമുക്ക് ഇതെടുക്കാം. കുഞ്ഞാപ്പി ഒന്ന് പിടിച്ചിടാം, അമ്മച്ചിക്ക് ശ്വാസം മുട്ടുന്നടാ. രമണി ചേച്ചി പ്ലീസ്, ഇത് ആരോടും പറയരുത്. എനിക്കൊന്നും ഓർമ്മയില്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നീ പേടിക്കണ്ടടാ കെവിനെ, ഞങ്ങൾ ഇത് ആരോടും പറയില്ല. വൈകുന്നേരം വിൽമ സൊസൈറ്റിയിൽ ചെല്ലുമ്പോ 1-2 പേരോട്, പിന്നെ അയൽക്കൂട്ടത്തിൽ ഒരു 10 പേരോട്, അല്ലാതെ ആരും അറിയില്ല. ആശ്വാസമായില്ലേ? എന്റെ ജീവിതം നശിച്ചു. നീ ഇതിനെല്ലാത്തിനും കാരണം നീയാ. ഫിലിപ്പോസെ, ഇത് ഇരുന്ന് സോൾവ് ചെയ്യേണ്ട ഒരു കേസാണ്. ഏതെങ്കിലും ഒരു വീട്ടിൽ എല്ലാവരുമായി. സക്കറിയ പറയുന്നതിൽ കാര്യമുണ്ട് ചേട്ടാ, നമുക്ക് സത്യം അറിയണം. ഇവിടെ ബോധമുള്ള 2 പേർ എപിയും സോനയുമാണ്. നിങ്ങളിൽ ഒരാൾ പറ, ഇന്നലെ എന്താ നടന്നത്? ഇന്നലെ 2 പേരും അടിച്ച് പൂക്കുറ്റിയായാ വന്നേ. ഞങ്ങളാ താങ്ങിക്കൊണ്ട് വന്നേ. പിന്നെ രാത്രി എന്തുണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയില്ല. ഇന്നലെ ഫുൾ വർഷ കെവിൻ ചേട്ടനെ ക്യൂട്ട് ബോയ് എന്നാ വിളിച്ചോണ്ടിരുന്നേ. ക്യൂട്ട് ബോയാ ഇവനാ? ഇവൻ കൂതറ പോയി. എന്നെ പട്ടി വിളിക്കും ക്യൂട്ടെന്നു. അതുപോലെ കെവിൻ ചേട്ടൻ രാജകുമാരി, എന്റെ രാജകുമാരി എന്ന വർഷ ചേച്ചിയെ വിളിച്ചോണ്ടിരുന്നേ. പച്ചക്കള്ളം. രാജകുമാരിയോ? ഇവളോ? ഇവള് രാജകുമാരിയല്ല, രാജവെമ്പാലയാ, വെമ്പാല. പപ്പ, മമ്മി, സത്യമായിട്ട് എനിക്കൊന്നും ഓർമ്മയില്ല. ഞാൻ എപ്പോഴാ വീട്ടിൽ വന്നതെന്ന് പോലും എനിക്കറിയില്ല. ഈ അലവലാതെ എന്റെ മുറിയിൽ വന്നോ എന്നുപോലെ എനിക്കറിയില്ല. അങ്കിൾ, എനിക്കൊന്നും ഓർമ്മയില്ല. പക്ഷെ ആ അണ്ടർവെയർ അത് ഇങ്ങ് തരാമോ? അതിങ്ങനെ പബ്ലിക്കായിട്ട് പൊക്കി പിടിക്കുമ്പോ എനിക്ക് നാണക്കേടാവുന്നു. ഇന്നലെ എന്റെ മോളുടെ മുറിയിൽ ഇത് ഇട്ടിട്ട് പോയപ്പോ നിന്റെ ഈ നാണം എവിടെ പോയടാ? ഇത് തരാൻ പറ്റില്ല. ഇത് തെളിവാണ്. തെളിവാ ഇതോ? എടാ സക്കറിയ, നീ ഇവനെ ന്യായീകരിക്കണ്ട. എന്റെ മോളുടെ ബെഡ്റൂമിൽ നിന്ന് നിന്റെ മോന്റെ അണ്ടർവെയർ കിട്ടുക എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താടാ? അവൻ അവളെ ചതിക്കാൻ നോക്കിയതാണ്. ചതിക്കാൻ നോക്കിയോ? ഇവൾ വാതിൽ തുറക്കാതെ ഇവൻ എങ്ങനെ അകത്ത് കയറി? നിന്റെ മോളുടെ ഭാഗത്തും പിഴവുണ്ട്. അത് സമ്മതിക്കാതെ നീ എന്റെ മോനെ മാത്രം കുറ്റപ്പെടുത്തണ്ട. നീ എന്റെ മോളെ കുറിച്ച് മോശം പറയുന്നോടാ. ബോധമില്ലാത്തൊരു പെണ്ണിന്റെ മുറിയിൽ കയറിയ നിന്റെ മോൻ ഒരു കള്ളനാ. ഒന്ന് പോടാ. ഇവനും ബോധമില്ലായിരുന്നു, അവൾക്കും ബോധമില്ലായിരുന്നു. എന്തെങ്കിലും അവിടെ നടന്നിട്ടുണ്ടേ അത് 2 പേരുടെ ഇഷ്ടപ്രകാരം നടന്നതാവും. മിക്കി മൗസ് ഊരിയാലും ഉടുത്താലും അത് കെവിൻ മാത്രം അറിഞ്ഞ കാര്യമല്ല. അപ്പ എന്തൊക്കെയാ വിളിച്ച് പറയണേ? ചേ, ഒന്നും നടന്നിട്ടില്ല അങ്കിളെ. ഞാൻ മാപ്പ് ചോദിക്കാം, നമുക്കിത് പറഞ്ഞു തീർക്കാം. മാപ്പോ? എന്റെ കുടുംബത്തിന്റെ മാനം ഈ മിക്കി മൗസിൽ തട്ടി നിൽക്കുമ്പോ എന്ത് മാപ്പ്? സക്കറിയ, നീ ഇതിപ്പോ സമ്മതിച്ചില്ലേ, ഞാൻ കേസിന് പോവും. ഓടാ, നീ പോയി പരാതി കൊടുക്ക്. പക്ഷെ അപ്പോ നിന്റെ മോളുടെ പേരും പോലീസ് സ്റ്റേഷനിൽ എഴുതേണ്ടി വരും. അത് മറക്കണ്ട. സോന, ഈ തെണ്ടി എങ്ങനെയാ എന്റെ മുറിയിൽ വന്നേ? ഞാൻ തന്നെ ഇനി അവനെ പിടിച്ച് അകത്ത് കയറ്റിയതാണോ? അറിയില്ല ചേച്ചി, നീ ഇന്നലെ വല്ലാതെ ക്ലിഞ്ച് ആയിരുന്നു. ക്യൂട്ട് ബോയിന്ന് ഒരു 100 വട്ടമെങ്കിലും വിളിച്ചിട്ടുണ്ടാവും. ചിലപ്പോ നീ തന്നെ കെവിൻ ചേട്ടനെ വിളിച്ച് കയറ്റിയതാവും. എടി സത്യം പറ, ഞാൻ ശരിക്കും ഇന്നലെ നിന്റെ റൂമിൽ വന്നോ? നീ എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? പപ്പയുടെ കയ്യിലിരിക്കുന്ന ആ സാധനം എന്റെ മുറിയിൽ എത്തിയെങ്കിൽ നീ വരാതെ പിന്നെ ഇത് പറന്നു വന്നതാണോ? എടാ, നിനക്ക് എന്നെ ഒന്ന് തടയാമായിരുന്നില്ലേ? ഒന്നൊച്ചയിട്ടിരുന്നെങ്കിൽ, ഒന്നുറക്കെ നിലവിളിച്ചിരുന്നെങ്കിൽ. എന്നെ തടയാൻ തന്നെ എനിക്ക് ബോധമില്ലായിരുന്നു. പിന്നെയാണ് നിന്നെ. ഒന്ന് പോടി. മതി, നിർത്ത്. 2 പേർക്കും ഒന്നും ഓർമ്മയില്ലാത്ത സ്ഥിതിക്ക് ഇനി തർക്കിച്ചിട്ട് കാര്യമില്ല. പക്ഷെ ഫിലിപ്പോസെ, ഈ അണ്ടർവെയറിന്റെ കാര്യം നാട്ടുകാർ അറിഞ്ഞാ നമ്മുടെ 2 കുടുംബത്തിന്റെയും മാനം പോകും. അത് നമുക്ക് ഇവിടെ തീർക്കണം. ഫിലിപ്പോസെ, എനിക്ക് മതിയായി. ഇനി ഈ പെങ്കോച്ചിന്റെ കല്യാണാലോചനയുമായി എന്നെ പറഞ്ഞു വിടരുത്. എന്താണോ താൻ അങ്ങനെ പറഞ്ഞേ? നമ്മൾ ആലോചനയുമായി ചെന്ന ഒരു വീട്ടുകാർക്കും ഈ കല്യാണം വേണ്ടെന്ന്. ഏതോ ഒരു കൈ മുഴുവൻ ടാറ്റു അടിച്ച ചെറുക്കൻ ചെന്ന് അവിടെ എല്ലാം പറഞ്ഞത്രേ. വർഷക്കൊച്ചി അവന്റെയാ, അവര് തമ്മിൽ പ്രേമമായെന്നൊക്കെ. Want a lady in the street, but a freak in the bed that say
എടാ ഒരു കൈ ടാറ്റു അടിച്ച അലവലാതി. എന്താണ് നിന്റെ പ്രശ്നം? നീ എന്തിനാ അവിടെയൊക്കെ ചെന്ന് ഇവിടെ ഇഷ്ടമാന്ന് പറഞ്ഞേ? നിനക്ക് ഇവിടെ കെട്ടണായിരുന്നോ? അപ്പ ഞാൻ കല്യാണം മുടക്കാൻ. നീ എന്നെയും എന്റെ മകളെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ലേടാ? നിന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തടാ? ഈ കല്യാണം നടന്നേ പറ്റൂ. ഇവളും കെട്ടിയേ പറ്റൂ. ഇല്ല, നടക്കില്ല. ഇരിക്കട പട്ടി അവിടെ. അപ്പ നീ എന്തറിഞ്ഞിട്ടാടാ ഇവളുടെ റൂമിൽ നിന്ന് നിന്റെ അണ്ടർവെയർ കിട്ടുക എന്ന് വെച്ചാ അതിന്റെ അർത്ഥം എന്താടാ? പറ. എനിക്കറിയില്ല. അറിയില്ലടാ. അടിക്കല്ലേ. അയ്യോ, അറിയാം. ഒരു നിമിഷം ഞാൻ സംശയിച്ചു നീ എന്റെ മകനാണോന്ന്. ഈ തല്ലും വഴക്കും കൊണ്ട് ഒന്നിനും ഒരു പരിഹാരമാവില്ല ഫിലിപ്പോസേ. ഒരു പെണ്ണിന്റെ മുറിയിൽ നിന്ന് ഒരു ആണിന്റെ അടിവസ്ത്രം കിട്ടിയ പിന്നെ ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ഇവരുടെ കല്യാണം. നമുക്ക് ഇവരെ കെട്ടിക്കാം. എന്ത്? എന്റെ മോനെ ഇവന് കെട്ടിച്ചു കൊടുക്കണോന്നോ? സക്കറിയ, നിനക്ക് വട്ടാണോ? എടോ മനുഷ്യനെ, നിങ്ങളുടെ തലയിൽ വല്ല തേങ്ങയും വീണോ? ഇവളാണ് എന്റെ മരുമകൾ. മിണ്ടാതിരിയടി. മാനവും തലയിലെടുത്താ ഞാൻ ഇവിടെ നിൽക്കുന്നേ. നിനക്ക് ഞാനിനി മരുമകളായിട്ട് ഐശ്വര്യറായിയെ കൊണ്ടുവന്ന് തരാം. ഫിലിപ്പോസ്, ഇതാണ് പ്രായോഗിക ബുദ്ധി. ഇതിപ്പോ നാട് മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. മിക്കി മൗസ് കേസിന് പോലീസ് സ്റ്റേഷനിൽ എത്തിയ രണ്ടു കുടുംബത്തിന്റെയും മാനം പോവും. ബോധമില്ലാത്ത നേരത്ത് ഇവർ എന്താണ് കാണിച്ചു കൂട്ടിയതെന്ന് അവർക്ക് പോലും അറിയില്ല. അതുകൊണ്ട് അവർ ഇനി ഒരുമിച്ച് തന്നെ ജീവിക്കട്ടെ. അപ്പ എന്തൊക്കെ ഈ പറയുന്നേ? ഞാൻ ഇവിടെ കെട്ടാനോ? അപ്പ എനിക്കൊന്നും വേണ്ട ഈ പിശാചിനെ. അപ്പ പ്ലീസ്, ഈ തെണ്ടിയാണോ ഞാൻ കല്യാണം കഴിക്കണ്ടേ? ഇവൻ എന്റെ മുറിയിൽ എന്തിനു വന്നെന്ന് പോലും എനിക്കറിയില്ല. പ്ലീസ് പപ്പ, എനിക്ക് വേണ്ട. സക്കറിയ പറയുന്നതിലും കാര്യമുണ്ട് മോളെ. ഇന്നലെ രാത്രി നിങ്ങൾക്കിടയിൽ എന്താ നടന്നതെന്ന് നിനക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോ വേറൊരുത്തിനെ പപ്പ നിന്നെ കൊണ്ട് കെട്ടിച്ച 1 മാസം കഴിഞ്ഞ് നീ ഇവന്റെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയ. പപ്പയ്ക്കൊന്നും ഉറപ്പുമില്ല മോളെ, നിനക്കും. സോ ഇത് നടക്കുന്നത് തന്നെയാണ് നല്ലത്. കല്യാണം തീരുമാനിച്ച സ്ഥിതിക്ക് ഇവർക്ക് രണ്ടുപേർക്കും ഒന്ന് സംസാരിക്കാൻ അവസരം കൊടുത്തോട്ടെ ഫിലിപ്പോസേ. ഇന്നലെ നടന്ന കാര്യങ്ങൾ ഓർമ്മയില്ലെന്ന് പറയുന്ന സ്ഥിതിക്ക് ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ. എന്ത് സംസാരിക്കാൻ? ഇവൻ സത്യം പറയട്ടെ, അല്ലാതെ ഒരു സംസാരം ഉണ്ടാവില്ല. എടൊക്കെയാണാപ്പ താൻ വീണ്ടും പഴയ പല്ലവി തുടങ്ങല്ലേ. അവർ തമ്മിൽ സംസാരിക്കട്ടെ, എന്നാലല്ലേ എല്ലാ സത്യവും പുറത്തു വരൂ. ചെല്ല്, പോയി സംസാരിച്ച് ഒരു തീരുമാനത്തിൽ എത്തിയിട്ട് വന്നാ മതി. ഡീ, എന്താണ് പട്ടി? എടി മൂദേവി, നിന്റെ വായിലെന്താ പഴമാണോ? നിനക്ക് പറഞ്ഞൂടെ ഞാൻ നിന്റെ റൂമിൽ വന്നില്ലെന്നും? എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്റെ മുറിയിൽ വന്ന് നിന്റെ മറ്റേത് ഊരിയിട്ടിട്ട് ചിലപ്പോ പട്ടി. എനിക്ക് ബോധമില്ലായിരുന്നടി. നീ ആയിരിക്കും കാണാൻ വേണ്ടി. ചേട്ടൻ വൃത്തികേട് പറഞ്ഞാലുണ്ടല്ലോ. നീയല്ലേ എന്നെ ഇന്നലെ ക്യൂട്ട് ബോയ് എന്ന് വിളിച്ചെന്ന് പറഞ്ഞത്? എടാ തെണ്ടി, നീ എന്തിനാണ് വീണ്ടും ഓർമ്മിപ്പിക്കുന്നേ? ബോധമില്ലാത്ത നേരത്ത് എന്തെങ്കിലും വിളിച്ചു കാണും. ഓഹോ, അപ്പൊ നീ എന്നെ കിസ് ചെയ്തതോ? അപ്പൊ നീ എന്നെ കിസ് ചെയ്തതോ? ഇതൊക്കെ ഇവനെ വേഷം കെട്ടെടുക്കാതെ പൊക്കോ. നീ എന്തിനാണ് ഇത് വന്ന് എന്റെ റൂമിൽ ഊരിയിട്ടേ? എനിക്ക് എങ്ങനെ അറിയാടി? ചിലപ്പോ നീ തന്നെ ഊരിക്കളഞ്ഞതാണെങ്കിലോ? പട്ടി, നിന്റെ ഈ ചെറ്റ സാധനം എന്റെ കൺമുന്നിൽ നിന്ന് മാറ്റണം. എന്നെപ്പോലെ ഉടായപ്പനെ കെട്ടുന്നതിനേക്കാൾ നല്ലത് ഞാൻ വിഷം കുടിച്ച് മരിക്കുന്നതാ. ഓ, എനിക്കങ്ങ് പൂതി കയറി നിൽക്കുവാണല്ലോ നിന്നെ കെട്ടാൻ. നീ എന്നെ ശരിക്കും ഉപയോഗിക്കായിരുന്നു. എടാ, ഞാൻ നിന്നെ ഉപയോഗിച്ചെന്നോ? നിന്നെപ്പോലെ അയലാറി ആർക്ക് വേണോടാ? നീ എന്റെ ജീവിതം നശിപ്പിച്ചു. എന്റെ വീട്ടുകാരെ കൊണ്ട് കല്യാണം ഉറപ്പിച്ചു. നിന്നെ ഞാൻ ശരിയാക്കോടാ. അയ്യോ അമ്മച്ചി, രക്ഷിക്കണേ. എടി ഭ്രാന്തി, ഇത് കല്യാണം ഉറപ്പിച്ച പെണ്ണിന് ചേർന്നതാണോ? എന്റെ ഈശോയെ, ഇവരിങ്ങനെ പോയ കല്യാണ പന്തലിൽ വെച്ച് പരസ്പരം തല്ലി കൊല്ലുമല്ലോ. അന്നമേ നോക്കി, നിന്റെ മോൻ എന്റെ മോളെ കൊണ്ട് അടിയിറന്ന് വാങ്ങുന്നേ. അടി വാങ്ങുന്നത് എന്റെ മോനല്ലടി അലീസേ, നിന്റെ മോൾക്ക് വട്ടാണെന്ന് തോന്നുന്നു. എന്റെ പൊന്നെ, നിർത്തടി. മതി നിന്റെയൊക്കെ നാടകം. ഞാൻ കുറെ നേരമായി സഹിക്കുന്നു. പക്ഷെ നീ കേട്ടോ, ഇനി നീ ഇവിടെ കിടന്ന് തുള്ളിയാലും മറിഞ്ഞാലും ശരി, ഈ തല്ലിപ്പൊളി കെവിൻ തന്നെയാണ് നിന്റെ കെട്ടിയോൾ. എടാ, നിനക്ക് ഇവിടെ കെട്ടാൻ താല്പര്യമില്ലല്ലേ? എങ്കിൽ നീയൊന്ന് ഉറപ്പിച്ചോ, നിങ്ങൾ രണ്ടുപേരും ഇവിടെ കിടന്ന് തല്ലി ചത്താലും ശരി, അടുത്ത ഞായറാഴ്ച 3 വിളിച്ചു ചൊല്ലലും നടത്തി ഇവളുടെ കഴുത്തിൽ നീ മിന്നു കെട്ടു. എന്നിട്ട് ബാക്കി തല്ല് നീയൊക്കെ വീട്ടിൽ പോയി തല്ലി തീർത്താ മതി. പപ്പ പ്ലീസ്, ഈ തേണ്ടി എനിക്ക് വേണ്ട. പപ്പ ഈ കല്യാണം നടത്താൻ നോക്കിയാൽ ഞാൻ കിണറ്റിൽ ചാടും. ചാടിക്കോ, ചാടിയിട്ട് അവിടെ കിടന്നും തല്ലുണ്ടാക്കിക്കോ. പക്ഷെ കല്യാണം ഉറപ്പിച്ചു കഴിഞ്ഞു. നാളെ മുതൽ കോളേജിൽ നിങ്ങൾ പോകുന്നില്ല, നേരെ ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ്.
അപ്പൊ ഞാൻ പറയുന്നത് കേൾക്ക്. ഇവള് ഉറക്കത്തിൽ ചിലപ്പോ എന്നെ കൊല്ലും. ഇവളൊരു പെണ്ണല്ലപ്പ, ഗുണ്ടയാണ്. കെവിൻ മോനെ മിണ്ടാതിരി. തല്ലുണ്ടാക്കുന്നവർ തമ്മിലാ ഏറ്റവും കൂടുതൽ സ്നേഹം ഉണ്ടാവുക. അടിയും ഇടിയും ഉണ്ടെങ്കിൽ ജീവിതം കളറാവൂ. നിന്റെ അപ്പനെ എന്നെയും പോലെ. അല്ലാലീസേ, നമുക്ക് വിരിപ്പൗസാരിയൊക്കെ എടുക്കാൻ പോകണ്ടേ? എപ്പോഴാ? നാളെ തന്നെ പോകണം. ഇനി ദിവസമില്ലല്ലോ. ഇടയ്ക്ക് പിന്നെ ഞങ്ങൾ ഇപ്പോഴറിഞ്ഞേ സക്കറിയങ്ങളും ഫിലിപ്പോസെങ്കിലും ശരിക്കും ഉറപ്പിച്ചോടാ ഇത്. അടുത്ത സൺഡേയാ കല്യാണമെന്ന് കേട്ടല്ലോ. തമാശയാണെന്നാ ഞങ്ങള് കരുതിയെ. പക്ഷെ സംഗതി കൈവിട്ട് പോയല്ലോ. എടാ, ഇന്നലെ രാത്രി നീ കുടിച്ചപ്പോ അതിങ്ങനെയൊക്കെ ആയി തീരുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ലടാ. വർഷയുടെ മുറിയിൽ നീ കയറിയതും അവിടെ ഈ അണ്ടർവെയർ കിട്ടിയതും വല്ലാത്തൊരു ട്രാപ്പായി പോയല്ലോ ശരിക്കും. എടാ, എനിക്കൊന്നും ഓർമ്മയില്ലടാ. എനിക്ക് തോന്നുന്നു കുടിച്ചു പോയപ്പോ സംഭവിച്ചതാണെന്ന്. പക്ഷെ 6 മണി കുഴിച്ചുമൂടുന്ന പോലെ ആപ്പ സംസാരിക്കണേ. തല്ലി ചത്താന് ശരി, കെട്ടിക്കൊന്ന്. അവളാണെങ്കിൽ എന്നെ കാണുമ്പോ തന്നെ കൊല്ലാൻ വരുവാ. ഒരു തുള്ളി മദ്യം എന്റെ ജീവിതം ഇങ്ങനെ മാറ്റിക്കളയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. വർഷയുടെ വീട്ടിലും വലിയ സീനായല്ലോ. രണ്ടുപേർക്കും ബോധമില്ലാത്ത നേരത്ത് നടന്ന ഒരു കാര്യത്തിന് ഇങ്ങനെ ഒരു ആയുഷ്കാല ശിക്ഷ വേണമെന്ന് ഞങ്ങൾ ആലോചിക്കുകയാ. അങ്കിൾമാരോട് ഞങ്ങൾ പോയി സംസാരിക്കണോ? സംസാരിച്ചിട്ട് കാര്യമില്ല ജോൺ. ഫിലിപ്പോസ് അങ്കിൾ മാനക്കേട് പേടിച്ചിരിക്കുക. മിക്കിമോസ് എന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ പുള്ളി തുള്ളിച്ചാടുക. കെവിനെ, നീ എന്ത് ചെയ്യാൻ പോവാ? വർഷ ചേച്ചിയെ കെട്ടാൻ പോവാണോ? എനിക്ക് അറിയില്ലടാ. അവളെ ഞാൻ കെട്ടിയ ആദ്യ രാത്രി തന്നെ എന്നെ അവള് ശ്വാസം മുട്ടിച്ച് കൊല്ലും. കുടിച്ചു പോയി അന്ന് തന്നെ മരിച്ചു പോയാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുക. ഇടയ്ക്ക് ഇവനെ, നീ ഇങ്ങനെ ഒരു ശവത്തെ പോലെ നിൽക്കാതെ ഒന്ന് സഹായിക്കടാ. ഇത് എന്റെ അല്ല, നിന്റെ കല്യാണമാ. പന്തലുകാരും കാറ്ററിംഗുകാരും ഇപ്പൊ വരും. ഈ വീട് മുഴുവൻ ഇങ്ങനെ അലങ്കോലമായി കിടക്കുന്നത് നീ കാണുന്നില്ലേ? അപ്പ എനിക്കൊന്നിനും വയ്യ. എന്തിനാ ഇത്ര തിരക്ക് കൂട്ടുന്നേ? എന്റെ സമ്മതം പോലും ചോദിക്കാതെ നിങ്ങൾ ഇതൊക്കെ. സമ്മതമോ? ഇന്നലെ നടന്നതൊക്കെ നീ മറന്നുപോയോ? പാതിരാത്രി ഒരു പെണ്ണിന്റെ വീട്ടിൽ കയറി ചെന്ന് തിരിച്ചു പോരുമ്പോ അണ്ടർവെയർ അവിടെ ഇട്ടിട്ട് വന്നിട്ടിപ്പോ ഇവിടെ നിന്ന് തത്വചിന്ത പറയുന്നോടാ. ഒരു രാത്രി കൊണ്ട് നീ ഉണ്ടാക്കി വെച്ച നാണക്കേട് മാറ്റാനാ ഞാനീ ഓടുന്നേ. നീ കാരണം ആ ഫിലിപ്പോസിന്റെ മുന്നിൽ ഞാൻ തലകുനിച്ച് നിൽക്കേണ്ടി വന്നു. അപ്പ അത് കുടിച്ചു പോയപ്പോ പറ്റിയ അബദ്ധമല്ലേ? അതിന് ശിക്ഷയെ അവളെ തന്നെ കെട്ടണമെന്ന് പറയുന്നത് നീതിയാണോ? അവൾ എന്നെ കൊല്ലും അപ്പ. കൊന്നാൽ നീ ചത്തോടാ. നിന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഇനി ഒരു വാക്ക് നീ ഇതിനെതിരെ പറഞ്ഞാ ഈ വീട്ടിൽ നിനക്ക് സ്ഥാനമുണ്ടാവില്ല. മര്യാദക്ക് പോയി ആ ഷർട്ടൊക്കെ ഒന്ന് മാറ്റി ഈ പണികളെ സഹായിക്കേ. നിന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഇങ്ങോട്ട് വരും. അവന്മാരുടെ മുന്നിലെങ്കിലും നീ ഒന്ന് ചിരിച്ചു നിൽക്കാൻ നോക്ക്. എടാ, നീ റെഡിയായില്ലേ? നീ ഇങ്ങനെ ഇരുന്ന അപ്പന്റെ കയ്യിൽ നിന്ന് വീണ്ടും നല്ലത് കേൾക്കും. നീ മര്യാദക്ക് ഈ ഷർട്ടൊക്കെ ഇട്ടേ. വർഷയും വീട്ടുകാർ ഇപ്പൊ ഇങ്ങെത്തും. എന്തിനാടാ ഈ ഷർട്ട് ഇട്ട എന്റെ വിധി മാറോ? അവളെ കെട്ടേണ്ടി വരുമെന്ന് ഉറപ്പായില്ലേ? ഇനി ഞാൻ എന്തിനു സുന്ദരനാവണം? എടാ, അങ്ങനെയല്ല. നീ തോറ്റു കൊടുക്കരുത്. നീ സുന്ദരനായിരുന്നാലേ അവൾക്ക് നിന്നോടൊരു പേടിയും ബഹുമാനവും ഒക്കെ വരുള്ളൂ. നീ ഇങ്ങനെ ഒരു പാവത്തിനെ പോലെ ഇരുന്ന അവൾ നിന്നെ എടുത്തിട്ട് തല്ലും. അവൾ അറിയാലോ. നീ ഇതിട്, ബാക്കി നമുക്ക് നോക്കാം. അതേടാ, ഇന്നലെ രാത്രി നടന്നത് ഒരു അബദ്ധമാണെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ ഇപ്പോ നിന്റെ മുന്നിലുള്ളത് ഈ കല്യാണ നിശ്ചയമാണ്. നീ മാസായിട്ട് ചെന്ന് നിൽക്ക്. അവൾ നിന്നെ കണ്ടിന്ന് ഞെട്ടട്ടെ. ക്യൂട്ട് ബോയ് എന്ന് അവൾ വിളിച്ചത് വെറുതെ അല്ല. നീ ലുക്കിൽ പുലിയാണെന്ന് അവൾക്ക് കാണിച്ചു കൊടുക്ക്. നിങ്ങൾ പറയുന്ന പോലെ അവൾക്ക് എന്നോട് പേടി തോന്നോടാ? പേടിക്കും. നീ വേഗം റെഡിയാവും. താഴെ വീട് തുടങ്ങി. കെവിൻ മോനെ, നീ റെഡിയായില്ലേ? നോക്കിയടാ അമ്മച്ചി, കാണാൻ എങ്ങനെയുണ്ട്? ഒരു 10 വയസ്സ് കുറഞ്ഞില്ലേ? അമ്മച്ചി ഒന്ന് പോകുന്നുണ്ടോ? അമ്മച്ചി എന്റെ സൈഡിൽ നിൽക്കൂന്നാ ഞാൻ വിചാരിച്ചേ. അമ്മച്ചിയും ബാക്കിയുള്ളവരുടെ ഭാഗത്താണല്ലേ? എന്റെ പൊന്നു മോനെ, നീ അതുപോലെയല്ലേ ചെയ്തു വെച്ചിരിക്കുന്നേ. നിനക്ക് അമ്മച്ചിക്ക് ഉറപ്പ് തരാൻ പറ്റോ അവളെ നീ തൊട്ടിട്ടില്ലെന്ന്? അതുകൊണ്ട് അമ്മച്ചിയുടെ മോൻ സമ്മതിക്കേ. എല്ലാം നല്ലതിനാ. Drums up this on the track.
കേറി വാ. താനെന്താടോ മുതലേ വിഴുങ്ങിയ പോലെ ഇരിക്കുന്നേ? ഏടോ ഫിലിപ്പോസേ, പഴയതൊക്കെ നമുക്ക് മറക്കാം. മക്കളാണെങ്കിൽ ബോധമില്ലാത്ത നേരത്തെ കാണിച്ചു കൂട്ടിയതാ. എങ്കിലും ഈ ബന്ധം ദൈവം നിശ്ചയിച്ചതാണെന്ന് കരുതി നമുക്കിതങ്ങോട്ട് ഉറപ്പിക്കാം. അതേ സക്കറിയ, നമ്മൾ തമ്മിലുള്ള തല്ലും വഴക്കമൊക്കെ ഈ പിള്ളേർക്ക് വേണ്ടി നമുക്ക് മാറ്റിവെക്കാം. കെവിനെ, ഇങ്ങോട്ട് വാ. നിന്റെ അമ്മായിയപ്പന്റെ കൈ പിടിച്ച് സമ്മതം പറ. വർഷമോളെ, നീയും വാ. ഇന്നാടാ വർഷയ്ക്കൊരു ലഡു കൊടുത്ത് ഈ ബന്ധം അങ്ങോട്ട് മധുരമുള്ളതാക്ക്. on the track. അന്നമ്മോ മധുരം കൊടുക്കുമ്പോ മുഖത്തൊരു ചുവപ്പ് ഉണ്ടായിരുന്നു. അതേടി, നാണം കൊണ്ടാണോ മക്കളെ? എടി, നീ വിരലിൽ എണ്ണിക്കോ. നിന്നെ ഞാൻ എന്റെ വീട്ടിലെ വേലക്കാരിയാക്കോടി. കല്യാണം കഴിഞ്ഞാ നീ രാവിലെയും വൈകുന്നേരവും എനിക്ക് അപ്പവും പോത്തിറച്ചിയും ഉണ്ടാക്കി തന്ന് 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 നിന്റെ കൈ തഴമ്പിക്കണോടി. അതാണ് എന്റെ പകരം വീട്ടൽ. എടപ്പാരട്ട പോത്തിറച്ചി മണവാള, നിന്റെ വീട്ടിൽ വേലക്കാരിയാവാൻ എനിക്ക് നേരം കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം എനിക്ക് നിന്നെ കൊണ്ട് വീട് തൂപ്പിക്കാനും പാത്രം കഴിക്കാനുമേ നേരം കാണും. നിന്റെ ആ മിക്കി മൗസ് അണ്ടർവെയർ ഫ്ലെക്സ് അടിച്ച് നിന്റെ വീടിന്റെ മുന്നിൽ തൂക്കുടനെ നോക്കിക്കോ നീ. അയ്യടാ, എന്തൊക്കെ ആഗ്രഹങ്ങളോ. അതിന് നീ ജീവിച്ചിരുന്നിട്ട് വേണ്ടി. അതിനു മുന്നേ നിന്നെ ഞാൻ കൊല്ലുവടി. ഇടയ്ക്ക് പിന്നെ ഇങ്ങനെ കിടന്നാ മതിയോ? നിന്റെ കല്യാണത്തിന് ഇനി കുറച്ച് ദിവസമേ ഉള്ളൂ. ദാ നിനക്കിടാനുള്ള സ്യൂട്ട് നോക്ക്, നല്ല കളറല്ലേ? അമ്മച്ചി അതെടുത്ത് അലമാരയിൽ വല്ലതും വെക്ക്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ദാനം ചെയ്യും. എനിക്കിതൊന്നും കാണണ്ട. എന്റെ ജീവിതം പോയി അമ്മച്ചി. അമ്മച്ചിയും അപ്പനും കൂടി എന്നെ വലിയൊരു കുഴിയിൽ കൊണ്ട് ചാടിച്ചു. ഒന്ന് പോടാ. കല്യാണമായ എല്ലാ ചെറുക്കന്മാരും എങ്ങനെയാ? വർഷ നല്ല സുന്ദരി കുട്ടിയാ. എത്ര സ്നേഹത്തോടെയാ അവൾ നിന്നോട് സംസാരിച്ചേ. സ്നേഹമോ? വെറും അഭിനയമോ? അവൾ എന്നെ ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്റെ കൈ പിടിച്ച് തിരിക്കുന്നു, കാലിൽ ചവിട്ടുന്നു. അവളുടെ ഉള്ളിൽ ഒരു രാക്ഷസി ഉണ്ടാവാൻ രാക്ഷസി. അതൊക്കെ ഓരോ തമാശയല്ലേടാ. കല്യാണം കഴിഞ്ഞ അവൾ നിന്നെ പൊന്നു പോലെ നോക്കിക്കോളും. പിന്നെ ഞാൻ നിന്റെ അപ്പനോട് പറഞ്ഞു കഴിഞ്ഞു, കല്യാണത്തിന് കപ്പയും ഇറച്ചിയും പിന്നെ കുറച്ച് നല്ല വൈനും വേണോന്ന്. നീ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കാതെ. അമ്മച്ചിക്ക് ഇപ്പോൾ ഇറച്ചിയുടെയും വൈനിന്റെയും കാര്യമേ ഉള്ളൂ. അമ്മച്ചിയുടെ മോൻ അവിടെ ജീവനോട് ഉണ്ടാവോ എന്ന് നോക്കുന്നുണ്ടോ? എടാ, നീ ഒരാണല്ലേ. നീ അവളെ സ്നേഹം കൊണ്ട് തോൽപ്പിക്കണം. പുതിയ ജീവിതമാ, കെയർഫുൾ ആയിരിക്കണം. ആയിക്കോട്ടെ, എല്ലാം നിങ്ങളുടെ ഇഷ്ടം പോലെ. എന്നെ ബലി കൊടുക്കാൻ തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ ഇനി എന്ത് പറയാനാ? മനസ്സലാ മഴയേ നനകിരേ. on the track.